ഇനി കറക്കം മതിയാക്കി പറക്കാം പഠിക്കാം. എഡുംബർ സ്റ്റഡി അബ്രോഡ്. Download the app now. Milky Mist sweetened condensed milk is made from cow's milk. The processing includes world-class machinery and high-end automation. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ യാത്ര ചെയ്യുന്നത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ഗുഡ് ഉണ്ടാവും, ബാഡ് ഉണ്ടാവും, പിന്നെ ലൈഫിൽ കയറ്റം ഇറക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെയാണ്. നമ്മുടെ ഒരു മലയാളി കൾച്ചറും ആഫ്രിക്കൻ കൾച്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ എനിക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് കംഫർട്ട് അല്ലാതെ എനിക്ക് ഫീൽ ചെയ്യും. എല്ലാവരും പറയും സേഫ് അല്ല ഒറ്റയ്ക്ക് പോകുന്നു. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നു നമ്മൾ കൂടുതൽ അവർ കെയർ ചെയ്യും, നമ്മളെ അവർ പ്രൊട്ടക്ട് ചെയ്യാനാ നോക്കുന്നത്. പക്ഷെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, ഞാൻ കുളിച്ചിട്ട് ഒരാഴ്ചയായെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരാഴ്ച ഇറ്റ്സ് ഓക്കെ. കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഫുഡ് ഏതാ? എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നത് നാഗാലാൻഡിലായിരുന്നു. ഫിഷും പിന്നെ ബീഫും പോർക്കാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യില്ല, പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. ലോറിക്കാരനുമായിട്ട് എന്തോ സീനൊക്കെ ആയി ഒരു റീല് കണ്ടിരുന്നു. എന്റെ കൂടെ ഒരു ആൺസുഹൃത്തും ഉണ്ട്. വന്നപ്പോ തൊട്ടിട്ട് ആള് എന്റെ ആൺസുഹൃത്തിനോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളെന്തേലും റോങ് ആണോ എന്ന് ചോദിച്ചു. എന്തായാലും നിനക്കുള്ളതല്ല, അത് എനിക്കുള്ളതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ആളുടെ മുഖത്ത് പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ചു. ഗേൾ ഫ്രണ്ട് ആയിട്ട് പലപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതെന്താണ് സംഭവിച്ചത്? നമ്മൾ ട്രാവലിൽ നമ്മൾ സെയിം വൈബ് ആണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് പെട്ടെന്ന് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന പോലെയായിരുന്നു. ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പം ആളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? ട്രാവൽ ചെയ്യുമായതുകൊണ്ട് ഫാമിലി അങ്ങനെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ അങ്ങനത്തെ ഒരു ലൈഫ് ജീവിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. ഈ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? അങ്കോള, നമീബിയ, ബോട്സ്വാന, സിംബാബ്വെ. കേട്ടിട്ട് പോലുമില്ല. അരുണിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് അച്ഛനും അമ്മയും. എന്തായിരുന്നു അവിടെ റിയാക്ഷൻ? ഡാഡിയോട് ഇങ്ങനെ പറഞ്ഞപ്പോ സൈക്കിളിൽ ഇത്രയും ദൂരം എങ്ങനെ പോവും, അത് പോസിബിൾ ആണോ, അപ്പൊ എത്ര വർഷം എടുക്കും, നീ ഇനി എന്നാ അപ്പൊ വരിക തിരിച്ച്? എന്റെയൊക്കെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ ജംഗ്ഷനിൽ പോകാൻ തന്നെ എൻ്റെ വീട്ടുകാർ 100,000 ചോദ്യം, ചിലപ്പോൾ കൂടെ ആരെങ്കിലും വിടുകയും ചെയ്യും. എങ്കിൽ 21ാമത്തെ വയസ്സ് തൊട്ട് ലോകം മൊത്തം 13 രാജ്യം ട്രാവൽ ചെയ്ത് അടിച്ചു പൊളിച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി നമുക്ക് പരിചയപ്പെടാം. ലെറ്റ്സ് വെൽക്കം അരുണിമ. ഹായ് അരുണിമ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ലാസ്റ്റ് പോയത് എവിടെയായിരുന്നു? ഞാനിപ്പോ യുഗാണ്ടയിൽ നിന്നാണ് കേരളത്തിലേക്ക് വന്നത്. ആഹാ, ഓക്കെ. അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ഒരു നമുക്കിന്ന് ലോകം മൊത്തം ഒന്ന് കണ്ടേക്കാം എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് എത്തുന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമല്ല, ഇങ്ങനെ മൂവ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ എവിടെയും സെറ്റിൽ ആവാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിൽ ഫാദറൊക്കെ മുന്നേ തന്നെ ട്രാവൽ ചെയ്യും, ബ്രദറൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കും ട്രാവലാണ് എൻ്റെ എന്താ പറയാ പാഷൻ, പ്രൊഫഷൻ അങ്ങനെയൊക്കെ പറയാം. ഓക്കെ. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ലോകം മൊത്തം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു, എന്തെങ്കിലും ഇങ്ങനെ അപ്രോച്ചുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുന്നത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുഡ് ഉണ്ടാവും, ബാഡ് ഉണ്ടാവും, പിന്നെ ലൈഫിൽ കയറ്റം ഇറക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെയാണ്. ഞാനിപ്പോൾ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ സൈക്കിളിലെ റോഡിന്റെ ടെറൈൻ അതുപോലെയാണ്. ഇടയ്ക്ക് ഓഫ് റോഡായിരിക്കും, ഇടയ്ക്ക് റബ്ബറൈസ്ഡ് റോഡായിരിക്കും. അതുപോലെ എന്താ പറയാ, അങ്ങനെയാണ്. ഓക്കെ. ഈ ആഫ്രിക്ക, ഉഗാണ്ടയൊക്കെ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നോക്കുമ്പം ആഫ്രിക്ക കുറച്ച് പോവർട്ടി റേറ്റ് ഒക്കെ കൂടുതലായിട്ടുള്ള കൺട്രീസ് ആണ്, പക്ഷെ അവരുടെ കൾച്ചറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം നമ്മുടെ ഒരു മലയാളി കൾച്ചറും ആഫ്രിക്കൻ കൾച്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആണ് എല്ലാ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അവിടെ കാര്യങ്ങളൊക്കെ എന്താണ്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് ഇപ്പൊ ആക്ച്വലി ഫുഡിനും വെള്ളത്തിനൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ചിന്താഗതി നമ്മളെക്കാട്ടിലും ഒരുപാട് ഫോർവേഡ് ആയിട്ടാണ്. അപ്പോ അത് ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ഇവിടെ എനിക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് കംഫർട്ട് അല്ലാതെ എനിക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ കുറെ മലയാളീസ് ഒക്കെ സിറ്റീസിലുണ്ട്, യുഗാണ്ടയിലും കെനിയ എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് സേഫ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, എന്തിട്ടാലും ആരും നമ്മളെ നോക്കാനോ നമ്മളെ എന്താ പറയുക ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നെ വുമൺസിന് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവർക്ക്. എന്താ പറയുക, എല്ലാവരും പറയും സേഫ് അല്ല ഒറ്റയ്ക്ക് പോകുന്നു, പക്ഷെ ഒറ്റയ്ക്കായതുകൊണ്ട് കൂടുതൽ സേഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നു നമ്മൾ കൂടുതൽ അവർ കെയർ ചെയ്ത് നമ്മളെ അവർ പ്രൊട്ടക്ട് ചെയ്യാനാ നോക്കുന്നത്. അങ്ങനെയാണ് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത്, ചിലപ്പോൾ വേറെ ഉള്ളവർക്ക് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കാം. ഗേൾ ഫ്രണ്ട് ആയിട്ട് പലപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതെന്താണ് സംഭവിച്ചത്? നമ്മൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 9 months നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ട്രാവലിൽ നമ്മൾ സെയിം വൈബ് ആണെങ്കിലും
പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ആള് എനിക്ക് തോന്നി എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കൊരു ബാക്ക്വേർഡ് തിങ്കിങ് ആണ്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എന്നെക്കാൾ 2 വയസ്സ് ചെറുതാണ് ആള്, അപ്പോൾ മെച്യൂരിറ്റി ഇല്ലാത്തതിൻ്റെ ആണ് എന്നുള്ള ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ കുറേ നാൾ ഞാനൊരു കലിപ്പന് ഗാന്ധാരിയായിരുന്നു. അതായത് അവൻ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കണം. എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് തരുന്നുണ്ടായില്ല, എൻ്റെതായ ഒരു പ്രൈവസി ഉണ്ടായില്ല. എനിക്കുണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാമും എല്ലാം അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് യൂട്യൂബ് ആളുടെ ചാനലായിരുന്നു. ഞാൻ വന്നേ പിന്നെയാണ് നമ്മൾ ഒരുമിച്ച് എന്താ പറയുക കൂടുതൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് അപ്പോഴാണ്. അതുവരെ ജസ്റ്റ് മാസത്തിൽ ഒരു വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ടായുള്ളൂ. പിന്നെ ഡെയിലി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ആയപ്പോഴാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും അങ്ങനെ കൂടുതൽ ആക്റ്റീവ് ആയത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പിന്നെ കുറച്ച് ഗ്രോത്ത് അപ്പോഴാണ് ഉണ്ടായത്. ആ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ആ ഗ്രോത്ത് ഇൻസ്റ്റയിൽ ഉണ്ടായത്. അപ്പോൾ ആ ടൈമിൽ അവൻ അത് എന്തോ ഡിലീറ്റ് ഒക്കെ ചെയ്തു, ഡീആക്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ആളെല്ലോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ ഒരുമിച്ചല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്ത് കുറച്ച് സേവ് ചെയ്ത ക്യാഷ് വെച്ചാണ് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അപ്പോൾ ഞാൻ പിന്നെ പറയും എനിക്ക് ഇപ്പം ഇൻട്രസ്റ്റ് ഇല്ല, എന്തായാലും നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്യുന്നത്. അപ്പം എല്ലാവരും പറയുന്നത് സെപ്പറേറ്റ് ചെയ്യുന്ന ബെറ്റർ, അതാണ് നല്ലതെന്ന് പറയുന്നത്. പക്ഷെ ആളോട് പറയുമ്പോൾ ആൾ പറയുന്നില്ല, അത് പിന്നീട് നോക്കാം, മാക്സിമം അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവും, അതിന് എന്നെ സമ്മതിക്കില്ലായിരുന്നു. അപ്പം എന്ത് കാര്യം എനിക്ക് എടുക്കാനുള്ളതും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ജീവിച്ച് വളർന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇതുവരെ എൻ്റെ അടുത്ത് ഒരു കാര്യത്തിന് നോ എന്ന് പറഞ്ഞിട്ടില്ല. എന്ത് കാര്യത്തിനാണെങ്കിലും എൻ്റെ ഇഷ്ടം മാത്രമാണ്. ഇപ്പം എൻ്റെ കൂട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എൻ്റെ ഇഷ്ടത്തിനല്ലാതെ ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ പെട്ടെന്ന് ആ ഒരു റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന പോലെയായിരുന്നു. കാരണം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി അവൻ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അതിലെനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ എനിക്ക് എന്താ പറയാ, എൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ വിളിച്ചിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. നിനക്ക് നാണമുണ്ടോ അവൻ്റെ കൂടെയൊക്കെ നടക്കാന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പിന്നെ ദേഷ്യം വന്ന് ഒരു വട്ടം ഞാൻ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചപ്പോ ഫോൺ പോലും ഇല്ലായിരുന്നു. അപ്പൊ എൻ്റെ സിം ഒരാളുടെ ഫോണിലിട്ടുണ്ടായിരുന്നു. അപ്പൊ കംപ്ലീറ്റ്ലി ഞാനൊരു ഡിപ്പെൻഡന്റ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയി. അപ്പൊ എൻ്റെ ഉള്ള ക്യാഷ് ഓൾമോസ്റ്റ് ഒക്കെ തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കുറെ നാള് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ പല പ്രശ്നങ്ങളും ഇതിന്റെ പേരിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ട്രാവലിൽ ഞങ്ങൾ ഭയങ്കര വൈബാണ്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്. എനിക്ക് എന്താണോ ആഗ്രഹം അത് തന്നെയാണ് ആൾക്കും സെയിം വൈബാണ്. പിന്നെ എന്താ പറയാ, ആളുടെ ട്രാവൽ ഐഡിയാസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതെങ്ങനെ അവിടെ എത്തിപ്പെടും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആൾ ഐഡിയാസ് ഒക്കെ പറയും. അപ്പൊ നമ്മളിങ്ങനെ അത് ഡിസ്കസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര അടിപൊളിയാണ്. മോർണിംഗ് ടു ഈവനിങ് വരെ ഓക്കെ ആയിരിക്കും. പിന്നെ വീണ്ടും നമ്മൾ നമ്മളുടേതായ ഒരു ലൈഫിലോട്ട് മാറുമ്പോൾ പിന്നെ അത് എനിക്കിങ്ങനെ ഇതാക്കും. കുറെ നാളിങ്ങനെ സഹിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും എന്നുള്ളത്. പിന്നെ ഞാനൊരു 9 months ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ച് നോക്കി, കൺവിൻസ് ചെയ്തു. ആക്ച്വലി ഞങ്ങൾ റിലേഷൻ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ നമ്മൾ പരസ്പരം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയി കെട്ടിപ്പിടിച്ച് പിരിയും എന്നുള്ളൊരു ഇതൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ആളുടെ പറയലിൽ മാത്രമേ ഉണ്ടായുള്ളൂ. പല കാര്യങ്ങളും അങ്ങനെയാണ്, എല്ലാം പറയും, അത് കംപ്ലീറ്റ്ലി ഫോർവേഡ് ആയിരിക്കും, പക്ഷെ ചെയ്യുന്നത് കംപ്ലീറ്റ് ബാക്ക്വേർഡാ, പ്രവൃത്തിയിൽ അതില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, കുറെ കൺവിൻസ് ചെയ്തു നമുക്കത് വേണ്ട, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ പുതിയ ഫോണെല്ലാം മേടിച്ചു, വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർക്ക് അധികം ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ആ ഒരു റിലേഷൻ. അപ്പൊ ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അവനോട് പറയാതെ തന്നെ അങ്ങ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ വിളിക്കുമ്പോഴും നോക്കുമ്പോഴും ഞാൻ മൈൻഡ് ചെയ്തില്ല. അത് പിന്നെ ഞാൻ അങ്ങനെ വിട്ടു. അരുണിമ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ ആളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും വേണ്ടുന്നത്? എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സെയിം വൈബ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ട്രാവൽ ചെയ്യുമായതുകൊണ്ട് എനിക്കൊരു ഫാമിലി അങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ അങ്ങനത്തെ ഒരു ലൈഫ് ജീവിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. അത് ചിലപ്പോൾ ഇപ്പം ഇത് കേൾക്കുന്ന ആളുകൾക്ക് അതെന്താ അങ്ങനെയും തോന്നിപ്പോവും. പക്ഷേ ഈ ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അങ്ങനെ ജീവിക്കാത്തത് കൊണ്ട് നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു തെറ്റായിട്ട് ചിലപ്പോൾ ചിലർക്ക് തോന്നും. പക്ഷെ ഒരുപാട് ആളുകൾ എനിക്കറിയാം, ഞാൻ യാത്രയിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കല്യാണവും അങ്ങനെ ഒരു കുടുംബവും അല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്കിപ്പോൾ ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. പക്ഷെ ആള് എൻ്റെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ പാർട്ട്ണറാണ്. പക്ഷെ എന്താ പറയാ, നമ്മൾ തമ്മിലുള്ള എവിടേക്കോ ഒരു കണക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്കൊരു ഡിസ്റ്റർബൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല.
ഇപ്പൊ ഞാൻ അവിടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, അത് അങ്ങനെ പറയില്ല അത് റിസ്ക് ആണെന്നോ അത് ചെയ്യണ്ടെന്നോ ഇത് ചെയ്യണ്ട, അങ്ങനെ ഒരു റൂൾസ് റെഗുലേഷൻസും വെക്കില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അതായത് രണ്ട് മൈൻഡുള്ള പാർട്ട്നേഴ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് പൊതുവെ എൻ്റെ സെയിം മൈൻഡാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആവും, അത്രേ ഉള്ളൂ. ഇനി എൻ്റെ ലൈഫിൽ ആരാണെങ്കിലും, ഇനിയിപ്പോൾ ഉള്ള ആളോ ഇനി വരുന്ന ആൾ ആരാണെങ്കിലും എനിക്കത് മസ്റ്റാണ്. എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ എന്ന് വരുന്നോ അപ്പോൾ ഞാൻ അവിടെ അത് എത്ര എനിക്കിഷ്ടമാണെങ്കിലും ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഫോർ ഷുവർ. കാരണം അത് എനിക്കിനി പറ്റില്ല. ഞാൻ 9 months ഞാൻ അത്രയും സഹിച്ചതാണ്. സോ അതുകൊണ്ട് ആരാണെങ്കിലും എന്നെ വീട്ടുകാർ എന്നെ റെസ്ട്രിക്ട് ചെയ്യാൻ വന്നിട്ടില്ല. അവരാണ് എന്നെ എന്താ പറയുക എനിക്ക് ജന്മം നൽകി എന്നെ ഇത്രയും വളർത്തി വലുതാക്കി. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഈ ലോകത്ത് ആരെന്ത് പറഞ്ഞാലും ഞാൻ കെയർ ചെയ്യില്ല. സോ എവിടെ നിന്നോ എത്രയോ നാൾക്ക് ശേഷം ഇപ്പൊ വന്ന ഒരാള് എന്റെ ലൈഫിൽ കയറി എന്നെ എന്റെ ലൈഫ് സ്കെഡ്യൂൾ ചെയ്യാൻ ഞാൻ വിടില്ല, അത്രേ ഉള്ളൂ. ഉഗാണ്ടയിലെ ഒരു കൾച്ചറാണ് അവിടുത്തെ സ്ത്രീകൾ ടോപ്പ് ഇടാറില്ല. അപ്പം അരുണിമയും അവിടെ ചെന്നപ്പോൾ ആ ഒരു സെയിം അവരുടെ കൂടെ അങ്ങനെ തന്നെ നിൽക്കുകയും ടോപ്പ് ഇടാതെ നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ആ സമയത്ത് എന്തായിരുന്നു? ഞാൻ ആക്ച്വലി കുറെ നാൾ തൊട്ടേ എനിക്ക് ഇങ്ങനെ ഒരു കൾച്ചറിനെ പറ്റി അറിയാം. അത് ആക്ച്വലി യുഗാണ്ടയിലല്ല, ലൈക്ക് യുഗാണ്ടയിലുണ്ട്. അതായത് പഴയ പുരാതന കാല ട്രൈബുകളിലെ ആളുകൾ ഇപ്പോഴും അങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്. അത് എത്യോപ്യയിലും കെനിയയിലും യുഗാണ്ടയിലും ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ നോർത്ത് ഭാഗങ്ങളിൽ, അതായത് അങ്ങനെ ഭയങ്കര ഒരു റൂറൽ ആയിട്ടുള്ള ഏരിയകളിലാണ് അവരങ്ങനെ വസ്ത്രം അങ്ങനെ ധരിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവരെ പോയി വിസിറ്റ് ചെയ്യണം. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഞാൻ അങ്ങനെ ഫോട്ടോസിലും വീഡിയോസിലും കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ പോയ ടൈമിൽ ആദ്യം ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയാ എന്താണെന്ന് എനിക്കറിയില്ല. അവര് ഇവിടെ എല്ലാം കുറെ എന്താ പറയാ മാലയൊക്കെ ഇടും, എന്നിട്ടാണ് അവര് അങ്ങനെ ടോപ്ലെസ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അവിടെ ആ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എക്സ്ട്രീം ചൂടായിരിക്കും. പക്ഷെ പൊതുവെ ആഫ്രിക്കൻ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ക്ലൈമറ്റ് ഭയങ്കര കൂളും മൈൽഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. പക്ഷെ ആ ഏരിയകളിൽ മാത്രം ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ടാണ് അവരങ്ങനെ വസ്ത്രം ധരിക്കുക. അത് ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. ടോപ്ലെസ് ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ എന്തെങ്കിലും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചില്ല. ഞാൻ ആക്ച്വലി അത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം എന്തോ നോക്കിയ സമയത്ത് അപ്പോഴേക്ക് തന്നെ ഒരു 500 കൂടുതൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താണ് അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ആക്ച്വലി ഇത്രയും ഒരു ഇത്. അപ്പൊ നോക്കിയപ്പോ ബാഡും ഗുഡും ഒക്കെ ഉണ്ട്. പക്ഷെ ബാഡ് കമന്റ്സ് എന്ന് പറയുമ്പോൾ കുറവാണെങ്കിൽ പോലും അതില് ഭയങ്കര എക്സ്ട്രീം ലെവലിലാണ്. ഒരു അറിയാത്ത തന്നെ ഒരാളെ അങ്ങനെ വിളിക്കാൻ അങ്ങനെ ഞാൻ വിചാരിക്കാണ് അവരുടെ ഒരു മൈൻഡ് എന്താണെന്ന് എനിക്ക് തോന്നിപ്പോവാണ്. അപ്പൊ ഞാൻ വീണ്ടും അത് കഴിഞ്ഞ് കുറച്ച് ഒരു 1 week ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ട് ഞാൻ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ കൂടുതൽ എന്താ പറയാ ആളുകൾ ഇതാക്കി. പിന്നെ അതിനുശേഷം എനിക്കൊരു 5-6 പേരൊക്കെ ഭയങ്കര മോശം രീതിയിൽ എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നിട്ട് എനിക്ക് എന്താ പറയാ അവര് എനിക്കിങ്ങനെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഇതാക്കി. ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ അതെടുത്ത് റീസ്റ്റോർ ചെയ്യാനൊക്കെ പോയിട്ടും കാര്യമില്ല. കാരണം അത് ഫേക്ക് അക്കൗണ്ടും അതിൽ കാണുന്നത് അത് എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി തുടങ്ങിയ പോലെ. കാരണം 0 ഫോളോവേഴ്സ് ഒന്നും ഇല്ല. പിന്നെ ന്യൂന്ന് കാണിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചതാണ് നമ്മുടെ ആളുകളുടെ ചിന്ത എന്താ, ഇപ്പോഴും ഭയങ്കര ബാക്കിലോട്ടാണല്ലോ. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ആഫ്രിക്കയിലാണല്ലോ നിൽക്കുന്നത്. അവിടെ ആരും എഡ്യൂക്കേറ്റഡ് അല്ല. പക്ഷെ ഒരു രീതിയിലും അവര് നമ്മളെ ഒന്നും ചെയ്യില്ല. ഈ ബോയ് ഫ്രണ്ട്സിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പം ആഫ്രിക്കയിൽ പോയിട്ട് ബോയ് ഫ്രണ്ട്സ് എല്ലാം സെറ്റ് ആയിരുന്നു? അങ്ങനെ ബോയ് ഫ്രണ്ട്സ് അങ്ങനെയൊന്നും ഇല്ല. അതുണ്ട് ലൈക്ക് ഞാൻ അവിടെ പോകുമ്പോ ഞാൻ ഒരുപാട് എല്ലാരും ഇങ്ങനെ വായി നോക്കും. പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലീസ് ഇല്ല, ഹൈ ക്ലാസ് അല്ലെങ്കിൽ ലോ ക്ലാസ് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അവരുടെ ഒരു കൾച്ചർ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പൊതുവെ അല്ലെങ്കിലും മലയാളീസിനൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അതെ അല്ലെ. ഇപ്പൊ പിന്നെ ഒന്നാമത് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആവുമ്പോ, പിന്നെ ഞാൻ എത്യോപ്യയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നമ്മളെ ഇന്ത്യൻ റുപ്പി ഒരു 100 രൂപ കൊടുത്ത് കറക്റ്റ് ഒരു ബക്കറ്റ് വെള്ളമൊക്കെ വാങ്ങിയിട്ടൊക്കെയാണ് കുളിക്കുന്നത്. അങ്ങനെ കുളിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും വളരെ കുറവാണ്. അരുണിമ എന്തുകൊണ്ടാണ് സൈക്ലിംഗ് തെരഞ്ഞെടുത്തത്? ഇപ്പൊ വേണമെങ്കിൽ ഫ്ലൈറ്റ് പോവാം, അത് മാത്രമല്ല സൈക്ലിംഗ് ഒക്കെ ചെയ്താൽ സൺ ടാൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്, അധികം സേഫ് അല്ല. ബട്ട് വൈ സൈക്കിൾ? അങ്ങനെയല്ല, എനിക്ക് സൈക്കിളിൽ പോകണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. മുന്നേ എല്ലാം ഞാനിങ്ങനെ ഫോറിനേഴ്സ് പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ പല ആളുകളും പെൺകുട്ടികളെ ഞാൻ അധികം കണ്ടിട്ടില്ല, ആൺകുട്ടികൾ ഞാൻ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ പോവാമെങ്കിൽ എനിക്കും പോവാം. പിന്നെ എനിക്കതൊരു ആഗ്രഹമാണ്. പിന്നെ സൈക്കിളിൽ പോകുന്ന ആളുകൾക്ക് അറിയാം സൈക്കിളിൽ യാത്ര ചെയ്യുന്നതിന്റെ ഡിഫിക്കൽട്ടീസ് ഒരു ഭാഗത്തുണ്ട്. പക്ഷെ അതിലപ്പുറം എന്താ പറയാ ആ ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് അനുഭവിച്ചാൽ മാത്രം അറിയുന്ന ഒരു ഫീലാണ്.
കാരണം നമ്മൾ ഓരോ വെതർ കണ്ടീഷനിലൂടെ ഇങ്ങനെ കടന്നു പോവാ, അതെല്ലാം നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുവാണ്. കാരണം ഇപ്പൊ കാറിൽ പോവാണെങ്കിൽ നമുക്ക് AC ആക്കാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടി ചൂടാക്കാം. പക്ഷെ നമുക്ക് സൈക്കിളിലും അകത്തൊരു ഓപ്ഷൻസ് ഇല്ല. നമ്മളെല്ലാം എക്സ്പീരിയൻസ്, മഴയാണെങ്കിൽ മഴ കൊണ്ടുകൊണ്ട് ഓടിക്കുന്നു, എല്ലാം എക്സ്പീരിയൻസ് ചെയ്താൽ പോകുന്നു. അപ്പോൾ അതൊരു അടിപൊളി ഫീലാണ്. അപ്പോൾ സൈക്കിളിൽ പോകുമ്പോൾ അതാണ്. പിന്നെ വണ്ടിക്കൊക്കെ പണി കിട്ടുമ്പോൾ മാത്രമാണ് ഒരു പാർട്സ് ഒന്നും അങ്ങനെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വീണ്ടും കൊറിയർ അയക്കും ഇങ്ങോട്ട്. അപ്പൊ ഒരു 1 വീക്ക് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഗ്ലൗസ് ഒക്കെ പോയപ്പോ അങ്ങനെയാണ് ചെയ്തത്. അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. സൈക്കിൾ ഇപ്പം എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും? ഏകദേശം ഒരു 4000 അതിൽ കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, എന്നാലും അതിൽ കൂടുതലുണ്ടാവും. അപ്പം അരുണിമ കാലിലൊക്കെ നല്ല പവർ ആയിരിക്കുമല്ലോ, വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നുണ്ടാവും? വർക്കൗട്ട് ഇപ്പൊ ഇല്ല, കുറച്ചാളായിട്ട്. ഞാൻ ആക്ച്വലി നെക്സ്റ്റ് ടാൻസാനിയയിലേക്കാ പോകുന്നത്. അപ്പൊ കിളിമഞ്ചാറോ ട്രക്കിംഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു 2 വീക്സ് എങ്കിലും എനിക്ക് ഒരു വർക്കൗട്ട് ചെയ്യണം. ഓക്കെ. ഈ ആഫ്രിക്കയിലെ ആൾക്കാർ ഇങ്ങനെ പുഴുവിനെ പാറ്റൊക്കെ പച്ചക്ക് തിന്നുന്നതായിട്ട് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടും റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അവർ ആക്ച്വലി എന്താണ് അവിടെ കഴിക്കുന്നത്? അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ കുറവാണ്. ഗ്രാസ് ഹോപ്പർ അതൊക്കെ അവരുടെ ഫേവറേറ്റ്സ് ആണ്. പക്ഷെ അത് സീസണലി അവർക്ക് കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇയർലി ഒരു മന്തോ എന്തോ ആണ് ആ ഒരു ഇത് കിട്ടുള്ളൂ. അത് ആ ഒരു ടൈമിൽ എല്ലാ സ്ഥലത്തും അത് ഉണ്ടാവും. അപ്പൊ അവരതിനെ ക്യാച്ച് ചെയ്തിട്ട് അങ്ങനെ കഴിക്കും. അത് കഴിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ വളരെ കുറവാണ്. എല്ലാവരും കഴിക്കൂല. ചില ആളുകൾക്ക് ഇഷ്ടമല്ല, അതെല്ലാവരും ചോയ്സ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവിടെ കൂടുതലും കഴിക്കുന്നത് നമ്മളെ കപ്പയില്ലേ, നമ്മുടെ നാട്ടിലെ കപ്പ മെയിൻ ഫുഡാണ് അവരുടെ. പിന്നെ ഉഗാലി എന്നൊക്കെ പറയും, അത് മെയ്സ് ഇല്ലേ നമ്മുടെ കോൺ, അത് പൊടിച്ചിട്ടുള്ള അതിന്റെ ഫ്ലോർ വെച്ച് വെറുതെ ചൂടുവെള്ളത്തിൽ ചുമ്മാ പൊടിയിട്ട് ഇളക്കും. അതാണ് അവരുടെ മെയിൻ ഫുഡായിട്ടുള്ളത്. അത് ഓരോ നാട്ടിലും അതിന് ഓരോ പേരാണ് പറയുന്നത് അവരുടെ ഭാഷയിൽ. കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഫുഡ് ഏതാ? അങ്ങനെ ചോദിച്ചാ ആഫ്രിക്കയിലുള്ളതല്ല, ഇന്ത്യയിലുള്ളപ്പോ നാഗാലാൻഡ് പോയ സമയത്താണ്. അതായത് കഴിച്ചിട്ട് എനിക്ക് ഇറങ്ങുന്നില്ല, എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നത് നാഗാലാൻഡിലായിരുന്നു. അവരെന്ത് സ്പൈസാ യൂസ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അതായത് വേറെ എവിടെയും കാണാത്ത തരത്തിലുള്ള സ്പൈസസ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു കുത്തണ സ്മെല്ലൊക്കെയാ. അപ്പൊ അതിന്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റാ. പിന്നെ അവർ ചിക്കനൊക്കെ യൂസ് ചെയ്യുന്നത് കുറവാ, ഫിഷും പിന്നെ ബീഫും പോർക്കാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവരത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യില്ല. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഉപ്പും മുളകും ഇടും, പിന്നെ എന്തോ ഒരു ടൈപ്പ് അവരുടെ സ്പൈസസ് ഇടും. അപ്പോൾ അതിന്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെന്റാ. അപ്പോൾ ഒരു വട്ടം ഞാൻ ക്രിസ്മസ് ടൈമിലാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവര് 150 കിലോ ഉള്ള പന്നീനൊക്കെ കൊന്നിട്ടാണ് അവര് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം പന്നീന്റെ വെറൈറ്റി ഡിഷസ് ആയിരുന്നു. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ വെജിറ്റബിൾ എന്തോ ഒരു ഡാൽ എന്തോ ഉണ്ടായി. വെജിറ്റബിൾ തന്നെ പല ഐറ്റം കഴിക്കാൻ പറ്റുന്നില്ല, കാരണം അവരാ ഇതൊക്കെ ഇട്ടിട്ട് സ്പൈസസ് ഇട്ട്. എന്നിട്ട് ഡാലും റൈസും മാത്രം കഴിച്ചു. കണ്ടപ്പോ ഭയങ്കര ഭംഗിയുണ്ട്, കുറേ ഐറ്റംസും എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ബീഫും പോക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അതാണ് എനിക്ക് അത്രയും ഇതുവരെ കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായത്. അതാ ക്യാമ്പിങ്ങിന്റെ ഇടയ്ക്ക് ഒരു ലോറിക്കാരനുമായിട്ട് എന്തോ സീനൊക്കെ ആയി ഒരു റീല് കണ്ടിരുന്നു ഇന്ത്യയില്. അത് എന്തായിരുന്നു സത്യത്തിലുള്ള സംഭവം? ആക്ച്വലി അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സ് മുന്നേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ സിക്കിമിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ ഒരു ആൺസുഹൃത്തും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ലോറിയിൽ ഞാൻ ലിഫ്റ്റ് അടിച്ച് കയറിയതാണ്. അപ്പോൾ ആള് നാളെ പറഞ്ഞു, നാളെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, നമ്മൾ പോകുന്ന സെയിം സ്ഥലത്തേക്ക്. അപ്പൊ ആള് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു 50 കിലോമീറ്റർ പോയിട്ട് പിന്നെ ആള് സ്റ്റോപ്പ് ചെയ്തു. ഈവനിങ് ആയി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. അപ്പോൾ നോർമലി ഞാൻ ഇങ്ങനെ ട്രക്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവര് സ്റ്റേ എവിടെയെങ്കിലും ചെയ്യുവാണെങ്കിൽ ആ ട്രക്കിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് അധികം ഒറ്റയ്ക്കുള്ളപ്പോഴും എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ആ ലോറിയിൽ ബാക്കിൽ അവര് ലോഡ് എടുക്കാൻ വേണ്ടിയാ പോകുന്നത്. ലോഡൊന്നും ഇല്ല, ബാക്കിൽ വലിയൊരു കണ്ടെയ്നറാണ്. അപ്പൊ അതിന് തുറന്നിട്ട് അവിടെ കുക്ക് ചെയ്യൊക്കെ ആയിരുന്നു. അപ്പോൾ വന്നപ്പോ തൊട്ടിട്ട് ആള് എൻ്റെ ആൺസുഹൃത്തിനോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നോടൊന്നും സംസാരിക്കുന്നില്ല. ആളുടെ വീട് UP-യിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെയുള്ള ആളുകൾ പെൺകുട്ടികളുടെ മുഖത്ത് പോലും അങ്ങനെ നോക്കൂല, നമ്മൾ നോർത്ത് ഇന്ത്യൻസ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അവനോട് സംസാരിക്കുന്നത്. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ചിക്കൻ വേണോ മട്ടൻ വേണോ എന്നൊക്കെ ചോദിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കുക്കൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു. അപ്പൊ കിടക്കുന്ന ആള് ഓൾറെഡി കുടിച്ചിരിക്കുക. അപ്പൊ ഫ്രണ്ടിൽ ഇരിക്കണോ ബാക്കിലിരിക്കണോ, ബാക്കിൽ കിടക്കണോ എന്നുള്ള ഇതായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ടിൽ കിടന്നു, നിങ്ങൾ രണ്ടുപേരും ബാക്കിൽ കിടന്നോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് ആള് കുറേ കുടിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഞാനിവിടെ കിടക്കുന്നു. പക്ഷെ നമുക്ക് രണ്ടുപേരും കൂടെ ഫ്രണ്ടിൽ കിടക്കാനുള്ള ഒരു ഇതും ഉണ്ടായില്ല. അപ്പോ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ബാക്കിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അങ്ങനെ അവിടെ നിലത്ത് കിടന്നു. നടുവിൽ എൻ്റെ ഫ്രണ്ട് കിടന്നു, ഞാൻ ഇപ്പുറം കിടന്നു, ആള് അപ്പുറം കിടന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്കും അവന് ഫീൽ ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഇവൻ ഉറങ്ങാതെ കിടക്കുന്നു. ഞാൻ ജസ്റ്റ് കണ്ടു തുറന്നപ്പോൾ അവൻ പറഞ്ഞു എന്തോ ഉറങ്ങാത്തെന്ന് വെച്ചപ്പോൾ എന്തോ ഒരു കംഫർട്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്തേലും റോങ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ, ഞാൻ ചോദിക്കണം എന്തേലും. അപ്പൊ പറഞ്ഞു ഒന്നും കുഴപ്പമൊന്നുമില്ല, എന്തായാലും നിനക്കുള്ളതല്ല അത് എനിക്കുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താന്ന് ചോദിച്ചു. ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അവരൊന്നും പറയുന്നുണ്ടായില്ല. അപ്പൊ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ടയർഡ് ആയതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി വീണ്ടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അവൻ വീണ്ടും എന്നെ തട്ടി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നോക്കുന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ആളോട് വിളിച്ച് ചീത്ത പറഞ്ഞു തരും. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം ലൈവ് പോയി. പക്ഷെ ഇരുട്ടായതുകൊണ്ട് ഒന്നും ക്ലിയർ ആയില്ല. പിന്നെ അപ്പോഴേക്കും നെറ്റ്വർക്ക് എന്തൊക്കെയോ പ്രശ്നം, ഞാൻ അത് ഓഫ് ചെയ്ത് ആളെ ചീത്ത എല്ലാം വിളിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടപ്പുറം എന്നെ പോയിട്ട് ക്യാമ്പ് ചെയ്തു. ടെന്റ് ഉള്ളതുകൊണ്ട് അവിടെ ക്യാമ്പ് ചെയ്തു, അവിടെ സ്റ്റേ ചെയ്തു. ക്യാമ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ആള് വന്നിട്ട് ടെന്റിൽ തട്ടി അങ്ങനെ ഒച്ചയും വെള്ളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ഞാൻ എപ്പോഴും നോക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ടാവും, പോക്കറ്റ് നൈഫ് ഉണ്ടാവും, ടീസർ വരെ ഞാൻ കൊണ്ടാ നടക്കുന്നത്. ഇന്ത്യയിൽ നമുക്ക് എവിടെ വേണേൽ കൊണ്ടു നടക്കാം. അപ്പൊ ആ ഒരു സേഫ്റ്റിക്ക് അതുള്ളതുകൊണ്ട് ഞാൻ എന്നിട്ട് ആളുടെ മുഖത്ത് പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ചു. കാരണം അവൻ പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് എനിക്ക് എക്സ്പീരിയൻസ് മുന്നേ പെപ്പർ സ്പ്രേ അടിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം പാനിക് ആയില്ല. പക്ഷെ എന്റെ കൂടെ ഉള്ള എന്റെ ആൺസുഹൃത്താണ്, ഞാൻ അവനെ എന്താ പറയാ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ വന്നു. അത് ഞാൻ ചെറിയ ക്ലിപ്പ് ഷൂട്ട് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ആ പെപ്പർ സ്പ്രേ അടിച്ചു കഴിഞ്ഞ ഒരു 15-20 മിനിറ്റ് നമുക്കൊന്നും കാണാൻ പറ്റില്ല. എങ്ങനെയൊക്കെയോ പിടിച്ച് പോയിട്ട് ആള് അവിടെ ലോറിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയിരുന്നു. പിന്നെ ആള് പുറത്തേക്ക് വന്നില്ല. പക്ഷെ 15-20 മിനിറ്റ് കഴിഞ്ഞാലും പിന്നെ കംപ്ലീറ്റ്ലി ഒരു 8 hours ഫുൾ ഇങ്ങനെ ബ്ലറായിരിക്കും, നമുക്ക് ക്ലിയർ ആയിട്ട് ആരെയും കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ ടെന്റിന്റെ ഉള്ളിൽ കയറി അടച്ചു ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുണ്ടായി വരുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ജസ്റ്റ് ഉറങ്ങിപ്പോയി. ഇടയ്ക്ക് തുറന്നു നോക്കിയപ്പോൾ ആ വണ്ടി അവിടെ കാണാനില്ല. അപ്പൊ ആൾ അങ്ങനെ പോയി. അപ്പോ ആ യാത്രയിൽ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ മേ ബി എനിക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പൊ ആൺകുട്ടികൾക്കും ഒട്ടും സേഫ് അല്ല. പക്ഷെ ആൺകുട്ടികൾ ആരോടും ഷെയർ ചെയ്യില്ല, പലരും അത് കളിയാക്കും, പിന്നെ അതിനെ വിലക്ക് എടുക്കൂല. അതായത് ആരും മൈൻഡ് ചെയ്യില്ല, കളിയാക്കും എന്നുള്ളതിൽ പേടിച്ച് ആരും പറയില്ല. അപ്പൊ എല്ലാവർക്കും ഈ എക്സ്പീരിയൻസ് തന്നെ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇതുവരെ എൻ്റെ ശരീരത്തിൽ എൻ്റെ സമ്മതത്തിൽ ഒരാൾ പോലും അങ്ങനെ തൊട്ടിട്ടില്ല. കാരണം എന്താ പറയാ, നമ്മൾ സ്ട്രോങ് ആണെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ മേ ബി നമ്മളെ അവർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ട്രാവൽ ചെയ്യുന്നതിന്, ഒരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യുന്നതിന് എത്ര എക്സ്പെൻസ് ആവും? അത് ഡിപ്പെൻസ് ആണ് ഓരോ സ്ഥലങ്ങളും. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത്രയും ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ് ചെയ്യുന്നത്. എൻ്റെ ഇപ്പോൾ ഒരു 10 രൂപ ഉണ്ട്, ഞാനൊരു 50 രൂപയ്ക്കുള്ള പ്ലാൻ ഓൾറെഡി ഇടും. പക്ഷെ ആ 50 രൂപയ്ക്ക് പ്ലാൻ ഇടുമ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതെങ്ങനെയും ഓവർകം ചെയ്ത് സർവൈവ് ചെയ്തിട്ട് അവിടെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഇത്രയും യാത്ര ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ആഫ്രിക്കയിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ ആക്ച്വലി എനിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ മൈൻഡ് വെച്ചു ഞാൻ അതിനെ എങ്ങനെ ചെയ്യാം, എത്രത്തോളം ബഡ്ജറ്റ് ട്രാവലിംഗ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പലരും ആഫ്രിക്കയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞാൽ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. ഞാൻ ഏഷ്യൻ കൺട്രീസിലും ഇന്ത്യയിലൊക്കെയാണ് ട്രാവൽ ചെയ്ത്. അതുപോലെയല്ല, സേഫ് അല്ല, ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല, സൈക്കിൾ ചെയ്യാൻ പറ്റില്ല, പോലീസുകാർ ഭയങ്കര പ്രശ്നമാണ്, നമ്മളുടെ നിന്ന് ബ്രൈബ് വാങ്ങും, പിന്നെ ക്യാമ്പ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര അനിമൽസിൻ്റെ അറ്റാക്ക് ഉണ്ടാവും, അത് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാന്ന് വെക്കാം. പക്ഷെ ആളുകളൊന്നും സമ്മതിക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല, ഒരു കാര്യത്തിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരും എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമായിരുന്നു, അവർ മനുഷ്യരാണല്ലോ, ഈ ലോകത്തുള്ള എല്ലാവരും മനുഷ്യരാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഇമോഷൻസും കാര്യങ്ങളും മനസ്സിലാവും, എനിക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഇന്ത്യയിലും ഏഷ്യൻ കൺട്രീസിലും ട്രാവൽ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഡിഫിക്കൽട്ടാണ്. അവിടെ എത്തി പിന്നെ പല സ്ഥലത്തും എന്നെ ക്യാമ്പ് ചെയ്യാൻ ആളുകൾ സമ്മതിക്കുന്നില്ല. അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ ഫുഡൊക്കെ തന്ന്, പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു ദിവസത്തിനൊക്കെ പോയിട്ട് 10 ദിവസമൊക്കെ താമസിച്ച വീടുകളുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായി എന്തായാലും കുറച്ച് കാര്യങ്ങൾ, പക്ഷെ എക്സ്പെക്ട് ചെയ്തതിൻ്റെ 1% പോലും എനിക്ക് കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഫോണൊക്കെ എടുക്കുമ്പോൾ തന്നെ ഫോൺ അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പോയില്ല. പക്ഷെ ഞാൻ ഇനിയും എൻ്റെ യാത്ര, ഞാനിപ്പോൾ പോയിട്ട് ഇനി ഒരു 1 year ആഫ്രിക്കയിൽ ഉണ്ടാവും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഫോൺ പോകുന്ന ഉൾപ്പെടെ. കാരണം അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യം അവിടെ.
അപ്പം അരുണിമ ഇങ്ങനെ ട്രാവൽ ചെയ്തൊരു നാടോടിയായിട്ട് നടക്കുകയാണ്. അപ്പം പെട്ടെന്ന് വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എങ്ങനെ തിരിച്ചു പോകും, അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി മനസ്സിലുണ്ടോ, പേടി പോലെ? പേടിയല്ല, പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഭയങ്കര റേറ്റ് ആണ് ഫ്ലൈറ്റിനെല്ലാം. അപ്പം എന്ത് ചെയ്യുന്നുള്ളത്. ആക്ച്വലി ഞാനിപ്പോൾ ഈ നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഒരു 3 വീക്സ് മുന്നേ ഞാൻ അവിടെ വയ്യാതെ കിടക്കുമായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലെല്ലാം ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇതുവരെ ഡൗൺ ആവാത്തൊരു സിറ്റുവേഷൻ ആണ് എനിക്ക് അപ്പോൾ ഉണ്ടായത്. കാരണം അപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കരയുവാണ്. എനിക്ക് ഒന്നാമത് ഇഞ്ചക്ഷനും ഇതൊക്കെ പേടി. അപ്പോൾ ഡ്രിപ്പൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആദ്യമായിട്ട് ഒറ്റപ്പെട്ടു എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. കാരണം അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആൾ എന്നെ ടേക്ക് കെയർ ചെയ്യായിരുന്നല്ലോ എന്നൊരു തോന്നലുണ്ടായി. കാരണം അവിടെ അറിയുന്ന ആളുകളുണ്ടെങ്കിലും കുറച്ച് ദൂരെ ആയിരുന്നു ഞാനുണ്ടായി സിറ്റിയിൽ നിന്നൊക്കെ. അങ്ങനെ ആർക്കും പെട്ടെന്ന് വരാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ആയിരുന്നു. പിന്നീട് പയ്യെ ഓക്കെ ആയിട്ടാണ് ഞാൻ മൂവ് ചെയ്ത് വന്നത്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ നാട്ടിലേക്ക് വരണം എന്നൊരു ചിന്ത ഇതുവരെ തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെ വയ്യാതെ കണ്ടിന്യൂസ്ലി അത്രയും ലോങ് ടൈം കടന്നപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരണം എന്നൊരു തോന്നലുണ്ടായി. എൻ്റെ മെൻ്റൽ ഹെൽത്താണ് കൂടുതൽ വീക്കായത്. അപ്പം ഞാൻ എൻ്റെ ബ്രദറിനെല്ലാം മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക, ജസ്റ്റ് ഒരു 1 വീക്കിന് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവൻ ഒട്ടും ഓക്കെ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പൊക്കോ ഇപ്പം തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഫിനാൻഷ്യലി ഇതുണ്ട്. അപ്പം തന്നെ ഞാൻ വേറുള്ളവരൊക്കെ വിളിച്ച്, എനിക്ക് എൻ്റെ ബ്രദറൊക്കെ ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ എനിക്ക് വീട്ടുകാരോട് ചോദിക്കാം, ഫ്രണ്ട്സിനോട് ചോദിക്കാം. അപ്പം എൻ്റെ ഇല്ലെങ്കിലും അതെനിക്ക് പിന്നീട് തിരിച്ചു കൊടുത്താൽ മതി എന്നുള്ള ഇതിൽ എനിക്ക് ചോദിക്കാം. എൻ്റെ ലൈഫിൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം, എൻ്റെ ആ ഒരു മെൻ്റൽ ഹെൽത്ത്, അതിനാണ് ഞാൻ കൂടുതലും ഇത് കൊടുക്കുന്നത്, പൈസേനേക്കാൾ കൂടുതൽ. കാരണം അത് പിന്നെ എനിക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നു. പക്ഷെ ചെറിയൊരു ട്രാജഡി ഉണ്ടായി. എൻ്റെ ഗ്രാൻഡ്മയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. പക്ഷെ ആൾ മരണപ്പെട്ടിട്ടുണ്ടായി. ഞാൻ വരുന്ന വഴിക്ക് ഒരു 4 മണിക്കൂർ മുന്നേ ആണ് എനിക്ക് കാണാൻ പറ്റാതിരുന്നത്. ഞാൻ ഡ്രസ്സും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങി അങ്ങനെ കാണാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ ഏട്ടൻ്റെ വൈഫുണ്ട്, ആളോട് വിളിച്ചു പറഞ്ഞു, പറയരുത് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ആളുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ ആ ഒരു മരണം പിന്നെ എന്നെ വല്ലാതെ ഇതാക്കി. പെട്ടെന്ന് ആ ഒരു 3-4 ദിവസം എന്നെ ഭയങ്കരമായിട്ട് അത് ഷോക്കാക്കി. ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഞാൻ നാട്ടിൽ അവിടെ ഓക്കെ അല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബാഡ് ടൈമാണ് ആക്ച്വലി. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് മേ ബി നെക്സ്റ്റ് മന്ത് തൊട്ട് എനിക്ക് ചിലപ്പോൾ ഫുൾ അടിപൊളിയായിരിക്കും. കാരണം കുറച്ച് നാളായിട്ട് ഒരു 3-4 മന്ത്സ് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എക്സ്ട്രീം ഹാപ്പി ആയിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നാറുണ്ട് എക്സ്ട്രീം ഹാപ്പി ആകുമ്പോൾ എന്തോ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സന്തോഷിക്കുന്നതെന്ന്. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെയാണ്. കാരണം ഇത്രയും എനിക്ക് ബാഡ് കിട്ടി ഒരുപാട്. അപ്പം ഇനി എന്തോ അടിപൊളി വരാണ്ട്. കാരണം അതിനും ലാസ്റ്റ് കുറേ സന്തോഷിക്കുന്നതിന് മുന്നേയും ഒരുപാട് ഫോൺ മിസ്സാവലും കുറേ പ്രശ്നങ്ങളും മുന്നേ ഉണ്ടായി. അപ്പം എൻ്റെ ലൈഫിലൊരു 6 മന്ത്സ് വെച്ച് എപ്പോഴും കയറുന്നു ഇറങ്ങുന്നു ആ ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അരുണിമ പോയ രാജ്യങ്ങളുടെ പേരൊക്കെ ഒന്ന് പെട്ടെന്ന് പറയുമോ? ഓക്കെ, ഇന്ത്യയിലാണ് ആദ്യം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നേപ്പാൾ പോയി. ആദ്യമായിട്ട് പുറത്ത് നേപ്പാളാണ് പോയത്. പിന്നീട് വീണ്ടും ഇന്ത്യയിൽ ഒരുപാട് യാത്ര ചെയ്ത് ഇനിയും ലക്ഷദ്വീപും ആൻഡമാനും ഒക്കെ കാണാൻ കിടക്കുവാണ്. ഇനി ഒരുപാട് കാണാനുണ്ട്. അത്രയും 1.5 വർഷം ഏകദേശം ഇന്ത്യയിലെ യാത്ര ചെയ്ത്, എന്നാലും ഒരുപാട് കാണാനുണ്ട്. പിന്നീട് ഞാൻ തായ്ലൻഡാണ് ഫസ്റ്റ് പോയത്. അത് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോയത്. പിന്നെ അവിടുന്ന് ഹിച്ചേക്ക് ചെയ്ത് നെക്സ്റ്റ് കൺട്രിയിൽ കംബോഡിയ, വിയറ്റ്നാം, ലാവോസ്, അതിനുശേഷം പിന്നെയാണ് ഈ ഒരു സൈക്കിൾ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ പിന്നെ ഫസ്റ്റ് ഒമാൻ, UAE, പിന്നെ അതിനിടയ്ക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും നാട്ടിലേക്ക് വന്നിട്ടുണ്ടായി. അങ്ങനെ പിന്നെ ഭൂട്ടാൻ, ബംഗ്ലാദേശൊക്കെ പോയി. അതിനുശേഷം പിന്നെ വീണ്ടും UAE പോയി. പിന്നെ UAE പിന്നെ എത്യോപ്യ, കെനിയ, യുഗാണ്ട, നെക്സ്റ്റ് റുവാണ്ട പോകാൻ ആക്ച്വലി ഞാൻ ഇറങ്ങിയതാ. ഹാഫ് വേ ആയി. ബോർഡറിലേക്ക് 100 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. എനിക്ക് ഛർദിയൊക്കെ ആയിട്ട് സൈക്കിള് ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഇല്ലാണ്ട് വീണ്ടും കമ്പാല എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് വന്ന് അവിടെ വീണ്ടും ഹോസ്പിറ്റലൊക്കെ ആയി. പിന്നെ അതിനുശേഷം റെസ്റ്റ് എടുത്തു 3-4 ദിവസം. പിന്നെ നേരെ ഇപ്പം നാട്ടിലേക്ക് വന്നു. ഇപ്പം തിരിച്ച് ഞാനിനി ടാൻസാനിയയിലേക്കാണ് പോകുന്നത്. എൻ്റെ സൈക്കിളും എല്ലാ സാധനങ്ങളും അവിടെ വെച്ചേക്കും. അവിടെ നിന്ന് ഇനി പാഴ്സലയക്കും ടാൻസാനിയയിലേക്ക്. ഓക്കെ, ഇനി ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? ഞാനിപ്പോൾ ആഫ്രിക്കയാണ് ഒരു 1 ഇയറിന് എൻ്റെ പ്ലാനിലുള്ളത്. നെക്സ്റ്റ് ഇനി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ടാൻസാനിയ, അവിടുന്ന് പിന്നെ റുവാണ്ട, ബുറുണ്ടി, മലാവി, മൊസംബിക്, സാംബിയ, അങ്കോള, നമീബിയ, ബോട്സ്വാന, സിംബാബ്വെ, പിന്നെ ലെസോത്തോ, ഇസ്വാത്തിനി, സൗത്ത് ആഫ്രിക്ക. അതുവരെ സൈക്കിളിൽ ബൈ റോഡ് തന്നെ
പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് എടുക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ടാവും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് എടുക്കാനുള്ള അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഇത് വരുമ്പോൾ അത് ഒരു സ്ട്രഗിൾ ആയിട്ട് മാറും, അത്രേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇന്ത്യയിൽ വരണം. നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് അധികം വിസകൾ നമുക്ക് സ്റ്റാമ്പ് ചെയ്യൊക്കെ വേണ്ടി വരും. അപ്പൊ എന്റെ ബ്രദർ ഓസ്ട്രേലിയയിലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓസ്ട്രേലിയയൊക്കെ പോയി. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സൗത്ത് അമേരിക്ക, US, അങ്ങനെയൊക്കെ ഫുൾ ഇങ്ങനെ എനിക്ക് യാത്ര ചെയ്ത് ഇങ്ങനെ പോകാൻ, എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ, ലോകം മൊത്തം കാണണം എന്നാണ് ഞാൻ എന്റെ ആഗ്രഹം. അരുണിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് അച്ഛനും അമ്മയും. അപ്പം ആദ്യമായിട്ട് ഇവരോട് എനിക്ക് ഇതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു പ്ലാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം എന്തായിരുന്നു അവിടെ റിയാക്ഷൻ? ആക്ച്വലി ഞാൻ ഈ പ്ലാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായില്ല. തുടങ്ങുന്നതിൻ്റെ ഒരു 2 weeks മുന്നേ ആണ് ഞാൻ ആക്ച്വലി നാട്ടിൽ വന്ന് എനിക്ക് സൈക്കിൾ റെഡിയാക്കണം. എൻ്റെ സൈക്കിൾ ഇല്ല, അപ്പോൾ പുതിയൊരു സൈക്കിൾ വാങ്ങണം. അപ്പോൾ എത്രയാവും ബഡ്ജറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയൊരു ഞാൻ ഇതുവരെ ഏഷ്യൻ കൺട്രിയിൽ ട്രാവൽ ചെയ്ത് ആഫ്രിക്കയിൽ ട്രാവൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു ഇത് അറിയും. നമ്മൾ എത്രത്തോളം ഫോണിലും ഗൂഗിളിലും യൂട്യൂബിലും നോക്കിയാലും ആ ഒരു എക്സാക്ട് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടില്ല. ഞാൻ അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ട് കിട്ടണം, അങ്ങനെ അറിയണം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈവൻ റൂട്ട് മാപ്പ് ഇങ്ങനെ സൈക്കിൾ ആയതുകൊണ്ട് ചെറിയൊരു ഏത് കൺട്രിയിൽ നിന്ന് ഏത് കൺട്രിക്ക് പോകണം എന്ന് വരയ്ക്കുമ്പോൾ കൂടെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാളെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്. പക്ഷേ ഞാൻ യൂട്യൂബിൽ ഇടയ്ക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടായി നെക്സ്റ്റ് ആഫ്രിക്ക എന്ന് മാത്രം. അപ്പോൾ അതവർ കാണുന്നുണ്ട്, ഇടയ്ക്ക് അവർ കാണും, അപ്പോൾ അവർക്ക് അറിയാം. അപ്പം ഞാൻ ഇങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഡാഡിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡാഡി പറഞ്ഞു, സൈക്കിളിൽ ഇത്രയും ദൂരം എങ്ങനെ പോവും, അത് പോസിബിൾ ആണോ, അപ്പം എത്ര വർഷം എടുക്കും, നീ ഇനി എന്നാ അപ്പം വരിക തിരിച്ച്, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. സേഫ് ആണോ, ആർക്കും അറിയില്ലല്ലോ, പോവാത്തൊരു സ്ഥലം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റും, എന്താണെങ്കിലും ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓക്കെ ആണ്. പക്ഷെ എന്നാലും എൻ്റെ ഗ്രാൻഡ്മയ്ക്കായിരുന്നു എൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ വന്നത്. ഏജുള്ള ആളാണ്, അപ്പൊ ആൾക്ക് അതൊന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള പറ്റുന്നുണ്ടായിരുന്നില്ല. അരുണിമ എങ്ങനെയാണ് ഈ ട്രാവലിനുള്ള പൈസയൊക്കെ സെറ്റ് ആക്കുന്നത്? ഞാന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കണ്ടിന്യൂസ്ലി ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പാർട്ട് ടൈം ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവന്റ്സിൽ അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ സേവ് ചെയ്ത് വെച്ച് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് ചാനൽ ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇൻകം പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര കുറവായിരുന്നു. $100 നമുക്ക് മിനിമം ആയാലേ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇപ്പം $100 എന്ന് പറയുമ്പോൾ ഒരു 8,000 rupees ഒക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യം കിട്ടിയത് എനിക്ക് $100 ആയിരുന്നു. ഇനി എങ്ങാനും യൂട്യൂബ് ആരെങ്കിലും നിർത്തലാക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലും ഞാൻ ട്രാവൽ ചെയ്യും. കാരണം ഒരുപാട് യാത്രേൻ്റെ ഇടയിൽ തന്നെ നമുക്ക് എങ്ങനെ പൈസ കുറച്ച് യാത്ര ചെയ്യാമെന്ന് മറ്റുള്ളവരെ കണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരുപാട് ബാക്ക് പാക്കേഴ്സിനെ നമുക്ക് ട്രാവലിൽ കാണാൻ പറ്റും. അരുണിമയുടെ ഈ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും അട്രാക്റ്റീവ്. കാരണം എന്ത് വന്നാലും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ലോകം മൊത്തം കറങ്ങാൻ പറ്റട്ടെ, ഇനിയും ഒരുപാട് കഥകളുമായിട്ട് വരാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് അരുണിമ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ബൈ. താങ്ക് യു. ഇനി കറക്കം മതിയാക്കി പറക്കാം പഠിക്കാം. എഡുംബസ് സ്റ്റഡി അബ്രോഡ്. ഡൗൺലോഡ് ദി ആപ്പ് നൗ. Milky Mist sweetened condensed milk is made from cow's milk. The processing includes world-class machinery and high-end automation.